നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ രാഷ്ട്രീയ പുനരവതരണത്തിന് വേണ്ടി പടച്ചുവിട്ട ഹരിത കർമ്മസേന എന്ന് പറയുന്ന ആ ഉടായ്പ് തട്ടിപ്പിനെ പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഹരിത കർമ്മസേനയുടെ ഉടായ്പകൾ കണ്ടും അനുഭവിച്ചും ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് വലിയ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളത് അർഹിക്കുന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് വരെ ഹരിത കർമ്മസേനയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പോലും കൊടുത്തിട്ടുമില്ല. ഞാനിട്ട് പൈസ കൊടുത്തിട്ടുമില്ല. തൽക്കാലം കൊടുക്കാൻ സൗകര്യവുമില്ല. അതിന്റെ കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം, അത് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. പക്ഷെ ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ചെങ്ങന്നൂർ താലൂക്കിൽ ആലാ പഞ്ചായത്തിൽ, എൻ്റെ പഞ്ചായത്ത് ആലാ പഞ്ചായത്താണ്, അതുകൊണ്ടാണ് ഇതിന് ആലാഫാം എന്ന് പേര് വന്നേക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ അൽഫാം കൃഷിയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ശരി, ഈ ആലാ പഞ്ചായത്തിൽ നിന്ന് ഈ ഹരിത കർമ്മസേനയുടെ എൻ്റെ വാർഡിലെ സ്ത്രീകൾ എൻ്റെ അടുത്ത് വഴിയിലൊക്കെ വെച്ച് കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പണമില്ല മക്കളെ തരാൻ. ഞാൻ സർക്കാർ തരുന്നത് കൊണ്ട് പുട്ടടിച്ച് അങ്ങ് പോകുന്ന ഒരു വ്യക്തിയാണ്. ചാകുന്നവരെ എങ്ങനെയും ഒന്ന് പിഴച്ച് പൊക്കോട്ടെ. കാര്യം മാർഗമില്ലാത്തവർക്ക് നാട്ടിൽ ജീവിക്കണ്ടേ. പക്ഷേ ഈ ഇന്ന് വന്ന ഹരിത കർമ്മസേനയുടെ ഒരു പുതിയ അവതാരം 6ാം വാർഡിൽ നിന്നോ മറ്റോ വന്നതാണെന്ന് പറയുന്നു. വേറൊരു കുഴപ്പമുണ്ട്. ഈ നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ട് അന്യന്റെ വീട്ടിലൊക്കെ കയറിയിട്ട് ഉണ്ടാക്കാൻ വരരുത്. തൽക്കാലം ഞാൻ ആ സ്ത്രീയെ ഒഴിവാക്കുകയാണ്. കാര്യം കീടമാണ്, അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. പക്ഷെ ആ വീഡിയോ നിങ്ങൾ കാണണം, ഞാനത് ഇവിടെ ഇടുന്നുണ്ട്. എൻ്റെ പ്ലാസ്റ്റിക് ആരായില്ല, പിന്നെ ഞാൻ പൈസ ഇവിടുന്ന് എടുത്ത് തരണം. ചേച്ചി ഇത് ക്ലിയർ ആയിട്ട് വീഡിയോക്കകത്ത് പറ, കേൾക്കട്ടെ. പിന്നെ ചേച്ചിക്ക് എന്താ പറയണ്ട, ചേച്ചിയും പറ. എന്തിനാ പൈസ തരുന്നതെന്ന് പറ. എന്റെ പ്ലാസ്റ്റിക് തരാനില്ല, ഇപ്പൊ ഞാൻ എന്തിനാ പൈസ തരുന്നത്? അതാ ചോദിച്ചത്. എന്റെ പ്ലാസ്റ്റിക് തരാനില്ല, ഞാൻ പ്ലാസ്റ്റിക് ഇല്ലാതെ മേടിക്കുന്നത്. ഞാൻ സഞ്ചി കൊണ്ടുപോയിട്ടാ മേടിക്കുന്നത്. പറ. അത് പല സാധനം മേടിക്കും. ആ ചേച്ചിയോട് പറയേണ്ട ആവശ്യം എന്തുവാ? അതാണ് ചോദിക്കുന്നത്. അല്ല, അത് ആരും ദേഷ്യപ്പെടുന്നു. ചേച്ചി അത് പറഞ്ഞ് സൈക്കോളജി ഒന്നും നമ്മളെടുത്ത് എടുക്കണ്ട. ദേഷ്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ദേഷ്യത്തിന്റെ കാര്യം തന്നെ ഞങ്ങളും പറഞ്ഞത്. നമ്മുടെ ഇപ്പൊ തരാ ഇല്ല. ഇപ്പൊ കൊടുക്കാൻ സൗകര്യം ഇല്ലെന്നാ പറഞ്ഞത്. സൗകര്യമില്ല. പിന്നെ കൂടുതൽ ഡയലോഗ് ഇങ്ങോട്ടൊന്നും എടുക്കണ്ട കേട്ടോ. നിക്കൊന്നും ഇങ്ങോട്ട് പറയണ്ട ചേച്ചി. ചേച്ചിക്ക് അറിയാം ഞങ്ങളുടെ സ്വഭാവം. ഞങ്ങളെ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരുമാതിരി മറ്റേ സ്വഭാവം നമ്മുടെ അടുത്ത് എടുക്കരുത് കേട്ടോ. എന്തോ പറയുന്ന ഇപ്പൊ പ്ലാസ്റ്റിക് ഇല്ലെന്നാ പറഞ്ഞത്. പിന്നെന്തോ പ്ലാസ്റ്റിക് ഇല്ല, പൈസ തരാനും ഇല്ല. ഇല്ല, ഞാനത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് പൈസ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടായിരുന്നു. വല്ലതും പറഞ്ഞു പൈസ ഇല്ലയോന്ന്, പൈസ ഇത്ര നാളും തന്നില്ലെന്നല്ലേ ചോദിച്ചു മുമ്പേ. തന്നില്ലെന്നാ പറഞ്ഞു. ചോദിച്ചു, അതിനാ മറുപടി തന്നു. അതിന് മറുപടി തരും. എന്താ മറുപടി തരും. പൈസ തന്നില്ല, തരാൻ സൗകര്യം ഇല്ല. പൈസ തരാൻ സൗകര്യം ഇല്ല, അത്രേ ഉള്ളു. സൗകര്യം ഇല്ലെന്നാ പറഞ്ഞത്. അതുപോലെ ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തിടുന്നത്. അല്ലാതെ എനിക്കൊന്നും ഇല്ല. അത്രേ ഉള്ളു കാര്യം. അല്ല കൂടെ ഡയലോഗ് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അത് ശരിക്കും ഇങ്ങോട്ട് വീഡിയോക്കകത്ത് പറയണം. ഇത് നമുക്ക് അറിഞ്ഞാൽ മതി. അല്ല കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. അതൊക്കെ ഒന്ന് പിന്നെ ചേച്ചി പൈസ ചോദിക്കുന്ന കാര്യം പറഞ്ഞു. ഞാനും മര്യാദയ്ക്ക് തന്നെ സംസാരിച്ച. പൈസയുടെ കാര്യം പിന്നെ എന്നോട് ചോദിച്ചത്. പൈസ തന്നിട്ടില്ല. ആ ചേച്ചിക്ക് അറിയാം. തന്നിട്ടില്ല. അതില്ല, തരാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. തരാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. പിന്നെന്ത്? പിന്നെ പറ്റത്തില്ല, അത്രേ ഉള്ളു. കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട ഇങ്ങോട്ട്. പിന്നെന്ത് ചേച്ചി മര്യാദയ്ക്ക് സംസാരിക്കും. പിന്നെ ആള് കളിക്കുന്നൊന്നും അല്ല. അല്ലാതെ തന്നെ എന്റെ സ്വഭാവമൊക്കെ ഇവിടെ ഉള്ള നാട്ടുകാർക്ക് അറിയാം എന്റെ സ്വഭാവം എന്തുവാന്ന് കേട്ടല്ലോ. ആ ഡയലോഗ് ഇങ്ങോട്ടൊന്നും എടുക്കണ്ട കേട്ടോ. അതിന് പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. ആ റോഡ് എങ്ങനെ നടക്കുന്നു? ആ റോഡ് എന്നാ അത് പഞ്ചായത്തുകാരോടോ ഇത് അമ്മൊന്നും പറയണ്ട. അന്നേരം അങ്ങനെ അതങ്ങ് ഉണ്ടാക്കിയാൽ മതി. കൂടുതൽ ഡയലോഗിനൊന്നും വേണ്ടല്ലോ.
കൂടുതൽ ഇങ്ങോട്ടും അടിക്കണ്ടെന്നാ പറഞ്ഞത്. ഞാൻ സംസാരിക്കാൻ വേണ്ടി തന്നെ. ചേച്ചി എന്ത് വട്ടത്തരം പറഞ്ഞാലും ഈ വീഡിയോക്കകത്ത് റെക്കോർഡ് ചെയ്യും. അത്രേ ഉള്ളൂ കാര്യം. അത്രേ ഉള്ളൂ കാര്യം. പേടി വേണ്ട, അത് നമുക്കറിയാം പേടിയില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ആയിരിക്കാം. ആയിക്കോട്ടെ എടുത്തു. തരുന്നില്ല, തരുന്നില്ല. അത്രേ ഉള്ളൂ, അതാ പറഞ്ഞത്. പിന്നെന്ത് എന്ത് ആയിക്കോട്ടെ. പുല്ല് വരാനില്ല, അങ്ങനെ തന്നെ വേണം പറയേണ്ടത് ചേച്ചി. പുല്ല് വരാനില്ല, അത് തന്നെ വേണം നമ്മൾക്ക് കേൾക്കേണ്ടത്. പൈസ തരാൻ എന്റെ സൗകര്യം ഇല്ല പറഞ്ഞത്. പറഞ്ഞു സർവ്വ പിന്തുണയും കൊടുക്കുന്നത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ പഞ്ചായത്തില് ഇത്തരം പ്രവർത്തികൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ആള് കിടക്കുന്ന അവളുമാരെയാണ് എടുത്തു വെക്കുന്നത്. ഇവളുമാരുടെ സംസാര ഭാഷ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഇവളുമാരുടെ രീതി. എന്തിനാ ചൂടാവുന്നത്? എവിടെ ചൂടായത്? ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്റെ ടോണ എങ്ങനെ? പൈസ ഞാൻ കൊടുക്കത്തില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൈസ കൊടുക്കില്ല. ഈ റോഡ് അതെനിക്ക് ചേച്ചിക്ക് അതിനകത്തൊന്നും ഇല്ലെന്ന് അറിയാം. അതുപോലെ തന്നെ ഇതും പഞ്ചായത്തുകാരെ അത് മൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉള്ള പൈസ കൊടുക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാം. അത്രേ ഉള്ളൂ. അത് പഞ്ചായത്തുകാർ ചെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് അറിയാവുന്ന കാര്യം ഇതൊക്കെ. ഈ സംഭവമൊക്കെ അവർക്ക് അറിയാം, പഞ്ചായത്തുകാർക്ക് അറിയാം, മെമ്പർക്കും എല്ലാം അറിയാവുന്ന. അതൊന്നും ആടാലൊന്നും വേണ്ട. അത് ചേച്ചി ഊളത്തരൊന്നും എന്റെ അടുത്ത് പറയല്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യും. നമ്മൾ ഇതൊക്കെ കുറെ നാളായിട്ട് കാണുക കേട്ടോ. അല്ലെന്ന് എനിക്കും അറിയാം, അതെനിക്കും അറിയാം. ഞാനും കാക്കട്ടെ എന്തോന്ന്. കേറിക്കോ, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. പൈസ തരത്തി ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇല്ലെന്ന് പറഞ്ഞു. അറിഞ്ഞോ? എന്തിനാ അറിയുന്നത്? എന്റെ പൈസ ഇല്ലെന്ന് ചേച്ചി എന്തിനാ അറിയുന്നത്? പൈസ എന്റെ തരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. പ്ലാസ്റ്റിക്കും ഇല്ല, പ്ലാസ്റ്റിക് എന്റെ തരാനില്ല. ഞാൻ പ്ലാസ്റ്റിക് ഒന്നുമല്ല കൊടുത്തു. ഞാൻ സഞ്ചി കൊടുത്തോണ്ടാ മേടിക്കുന്ന സാധനം. കടയിലൊന്നും പ്ലാസ്റ്റിക് കിട്ടുന്നില്ല, പിന്നെ ഞാൻ ഇവിടുന്ന് പ്ലാസ്റ്റിക് എടുത്തോണ്ട് വരുന്നതിന്. അതായിക്കോട്ടെ. ശരി. അപ്പൊ ഈ സ്ത്രീ എന്റെ മുറ്റത്ത് കയറി വന്ന് എന്റെ വീട്ടിലുള്ളവരോട്, എന്റെ മക്കളോട് മോശമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനുള്ള പ്രേരണ എവിടുന്നാണ്? ഇവർക്ക് ഇതിനുള്ള പ്രേരണ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. കഴിവും കഴകത്തും കെട്ട് നാറികൾ ഭരിക്കുന്ന ഈ കഴിവുകെട്ടവന്മാരാണ് ഇവളുമാർക്ക് പ്രേരണ. അതുകൊണ്ടാണ് ആ സ്ത്രീ എന്റെ മുറ്റത്ത് വന്ന് ഇത്ര ധാർഷ്ട്യത്തോട് സംസാരിക്കുന്നത്. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകണം? പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എന്ന് പറഞ്ഞതാ ഞങ്ങൾ പാകിസ്ഥാനിൽ പോകണം? ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുള്ളത് അവിടെ ജീവിച്ചു പോകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. നിങ്ങൾക്ക് കുഴപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഞാൻ ഈ വിഷയം, ഈ സ്ത്രീയെ നമ്മൾ ഒഴിവാക്കി, കൂടുതൽ അവരെ പറ്റി പരാമർശിക്കുന്നില്ല. അത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടോളുക. കാര്യം അതങ്ങനെയാണ്. പക്ഷേ ഞാൻ ഈ വിഷയം ഞങ്ങളുടെ VEO എന്ന് പറയും, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഒരു അഖിൽ, ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, ചെറിയ നാട്ടുകാരനാണ്, എന്റെ പഞ്ചായത്തല്ല, അടുത്ത പഞ്ചായത്ത്. ഞാൻ അയാളോട് സംസാരിച്ചു. നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല എന്റെ പരാതി അയാൾ കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു. ശശികുമാറിനാണ്. ഞാൻ 4-ാം വാർഡിലാണ് താമസിക്കുന്നത്, ആലയിലെ 4-ാം വാർഡില്. അപ്പം പിന്നെ അവിടെ ഈ ഹരിത കർമ്മസേനയുടെ എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നേരത്തെ മാസം 50 രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് ഞാനുള്ളപ്പം തന്നെ അവിടെ വന്നിട്ട് അതെല്ലാം പിള്ളേർ ബൈ ഫേസ് ഞങ്ങൾ അത് ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരായപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 50 രൂപ വേണേ ഞാൻ വേറെ തരാം, പക്ഷേ ഇതിന്റെ പേര് പറഞ്ഞ് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ തമാശയാക്കി അത് വിട്ടതാണ്. അപ്പം അവിടെ നിന്നുള്ള ഈ പിള്ളേരും വീട്ടിൽ പിരിവിരി ചെല്ലുന്ന സമയത്ത് പിന്നെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് അവിടെ വീട്ടിൽ ഈ 50 രൂപ പിരിവ് ചോദിച്ചു എന്ന ഒരു സ്ത്രീ പിന്നെ വീട്ടിൽ കയറി വീട്ടിലുള്ളവരോട് ചോദിക്കുന്ന, നിങ്ങളൊന്നും വാങ്ങിക്കുന്നില്ലേ, നിങ്ങളൊന്നും ഭക്ഷണം കഴിക്കുന്നില്ലേ, നിങ്ങളെന്താ പ്ലാസ്റ്റിക് കൊണ്ടുവരാത്തത്, പിന്നെ നിങ്ങൾ എന്താ സാധനം കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെ ക്രോസ് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടോ എന്നാണ് എനിക്ക് പിന്നെ മിസ്റ്റർ അഖിലിനോട് ചോദിക്കാനുള്ളത്.
ഇല്ല, അങ്ങനെയുള്ള അധികാരങ്ങളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. എന്നാ ഇവര് വളരെ മോശമായിട്ടാണ് അവര് ചോദിച്ച ചോദ്യങ്ങളാണിത്. പിന്നെ അവനത് വീണ്ടും എന്നാ അത് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നാളെ പഞ്ചായത്തിലോട്ട് വന്ന് അതിന്റെ പരാതി തരാമെങ്കിലേ ബന്ധപ്പെട്ട പ്രസിഡന്റിന്റെയും അതുപോലെ സെക്രട്ടറി AS അസിസ്റ്റന്റ് സെക്രട്ടറി നേതൃത്വത്തിലാണ് നമ്മളിത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാറിന്റെയും ശ്രദ്ധയപ്പെടുത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാം. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഉദ്ദേശിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയും ASഉം പ്രസിഡന്റും. പ്രസിഡന്റിനെ ഞാൻ വിളിച്ച് ഓൾറെഡി സംസാരിച്ചു. ഓക്കെ. പ്രസിഡന്റ് പഴയ നിങ്ങൾ 4ാം വാർഡിന്റെ പ്രസിഡന്റ് കൂടെ അല്ലായിരുന്നു, അതാ മെമ്പർ കൂടെ അല്ലായിരുന്നു? 4ാം വാർഡിലെ മെമ്പർ എന്നുള്ളതിനെക്കാട്ടിലും ഇവര് ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അതെ. നമ്മൾ ഇവരെ വിടുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതര വസ്തുക്കളുണ്ടല്ലോ നമ്മുടെ വീട്ടില് നമുക്ക് നശിപ്പിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള വേസ്റ്റുകള് അല്ലെങ്കിൽ ചില്ല് വേസ്റ്റുകള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഓരോ മാസം കലണ്ടർ പ്രകാരം കളക്ട് ചെയ്ത് ഇത്തരം വേസ്റ്റുകളെ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പരിധിയിൽ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. പദ്ധതിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഇത് ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഐറ്റങ്ങളും വെളിയിൽ നിന്ന് കൊണ്ടുവരാറില്ല. രണ്ടാമത് പിന്നെ സാധാരണ പച്ചക്കറിയിൽ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് ഒക്കെ വേസ്റ്റായി പോകുന്നത്. പിന്നെ അത് പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ അവര് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് അവർ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അല്ല, അത് ഹരിതകർമ്മസേനക്കാരെ എടുക്കത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ്. അതായത് ഞാനൊരു പെൻഷനറാണ്. അപ്പൊ ആ പെൻഷന്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോകുന്നത്. അപ്പം ഞങ്ങളുടെ ചെലവുകൾ വളരെ ലിമിറ്റഡ് ആണ്. സാധാരണ വീടുകളിലുള്ള ആർഭാടങ്ങളും രീതികളും ഒന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് ഒന്നും ഇല്ലാത്തത് തന്നെയല്ല. ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ചേട്ടൻ പഞ്ചായത്തിന് എഴുതി തന്നാൽ മതി. ഇതുപോലെ ഞങ്ങൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ എന്നത് കൊണ്ട് ഹരിതകർമ്മസേനക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കാൻ എന്താണെന്നുള്ളത് കാര്യങ്ങളായിട്ട് വന്നിട്ടൊന്ന് പഞ്ചായത്തിനൊന്ന് എഴുതി തന്നെ. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് പറയുന്ന എല്ലാ വീടുകളിൽ നിന്നും ഇത്തരം വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ പറയുന്നതുകൊണ്ട് അവർ വരുന്നു. അല്ല, എന്നാലും അവർ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ വീട്ടിലുള്ളപ്പം ഈ മറ്റ് ഞങ്ങളുടെ 4ാം വാർഡിലുള്ള പിള്ളേർ വന്ന സമയത്ത് അവർ വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമാശയായിട്ട് വിട്ടങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് വാർഡുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഇറങ്ങുന്നുണ്ട്. വാർഡുകാര് അവർക്ക് ആ നാലിലെ ഒരാൾക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത വാർഡുകളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കയറുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ ഹരിതകർമ്മസേന അംഗത്തിനെ പറ്റി അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ വന്ന് എഴുതി തരികയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും. കാര്യം അത് വളരെ മോശമാണ്. പിന്നെ അപ്പം കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ നാളെ വന്ന് പഞ്ചായത്തിൽ ഒരു പരാതി എഴുതി തന്ന് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുക എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ അവരെ വിളിച്ച് നിങ്ങളെയും കൂടെ വേണേൽ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. ഇപ്പൊ എന്നോട് മാത്രം പറഞ്ഞിട്ട് എനിക്കിപ്പം എന്റെ മോന് കൊടുത്ത മറുപടി എന്താന്ന് കേൾക്കണോ? നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത ഞങ്ങൾക്ക് പുല്ലാണ്, എനിക്ക് പുല്ലാണ്. അങ്ങനെയൊന്നും പറയാനുള്ള ഇത് ആർക്കും ഇല്ല, അവർക്കും ഇല്ല. ഈ പറഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഞങ്ങൾക്ക് പോലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മോന് 10-28 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. അവനെ വളരെ ഞങ്ങളെക്കാട്ടിൽ ഒതുങ്ങിയാണ് അവൻ ജീവിക്കുന്നത്. അവനെ പിന്നെ യൂട്യൂബ് ചാനലിൽ മറ്റേ നമ്മുടെ എവിടായിട്ടാ 4ാം വാർഡിലെ ഞാൻ അവരോട് 4ാം വാർഡില് പിന്നെ ഒരു വായനശാല തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ അടുത്ത കാലത്ത്. എന്തായാലും പറയുന്നതെന്ന് അറിയത്തില്ല. ഏത് ഭാഗം? മലമൂടി ഭാഗമാണോ? അല്ല, ഈ പിന്നെ പാലത്തടം സൈഡ്, പാലത്തടം എന്ന് പറയും. അതിന്റെ ഈ പിന്നെ പാലത്തടത്തിലാണ് ഒരു പുതിയ വായനശാല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ മേളിലായിട്ടാണ് എന്റെ വീട്. പിന്നെ അപ്പം പിന്നെ ഇയാള് പിന്നെ മകൻ എന്നോട് ചോദിച്ചു പിന്നെ കാര്യം അവൻ എങ്ങനെ സംസാരിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ വോയിസ് അതിനകത്തുണ്ട്. വീഡിയോ അവനെ അയച്ചെന്ന വീഡിയോ എൻ്റെ ഉണ്ട്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അവൻ ചോദിച്ചു ഈ പിന്നെ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നത്, അതെന്താ നിങ്ങൾ ശരിയാക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ടെ ഹരിതകർമ്മസേനക്കാരോട് ചോദിച്ചിട്ട് അവരെന്ത് പറയണം? അല്ല, അവൻ ചോദിച്ച ഒരു പബ്ലിക്കിന് ചോദിക്കാം. അവന് ഹരിതകർമ്മസേനക്കാരോട് ചോദിച്ചാൽ അവരെന്ത് പറയണത്? ചോദിച്ചിട്ടുണ്ടെ ഈ കക്ഷി പറഞ്ഞ മറുപടി നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുക്കാനാ പറഞ്ഞത്. പിന്നെ അത് നമ്മൾ പഞ്ചായത്തിന്റെ അതിനാണല്ലോ ഈ ജനപ്രതിനിധി ഓരോ വാർഡുകൾക്ക് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണല്ലോ. ആയിക്കോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ തമ്മിൽ അതിനെ പറ്റി ഒന്നും കൂടുതൽ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല. എനിക്ക് താങ്കളോട് നമുക്ക് അതിലൊന്നും പറയാൻ നമുക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്കും അത് പറ്റി പറയാനില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം അങ്ങനെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റ് തന്നെയാണ്. പിന്നെ മിസ്സാക്കലിനോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു യൂട്യൂബറോടാണ് ഇപ്പം.
വയസ്സുകാലത്ത് ഓക്കെ നമുക്ക് ചാർത്തി തന്ന ഒരു അലങ്കാരമായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ ഈ ജീവിതത്തിൽ 60 വയസ്സ് വരെ ജീവിച്ചപ്പം നമുക്ക് ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി തുടങ്ങിയൊരു സംഭവമാണ്. അപ്പം ഇന്ന് ഈ സബ്ജക്ട്, ഈ വീഡിയോ അവൻ എനിക്ക് അയച്ചു തരുന്ന സമയത്ത് അവനും യൂട്യൂബറാണ്, അവനെ പിന്നെ കമ്പ്യൂട്ടറിന്റെ ട്യൂട്ടോറിയൽ നടത്തുന്ന വ്യക്തിയാണ്. അപ്പം പിന്നെ അവനിത് എനിക്ക് അയച്ചു തരുന്ന തന്നെ പിന്നെ ഫോണിൽ കൂടെ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിന് ഒരു തന്ത എന്നുള്ള നിലയ്ക്കും ഒരു പിന്നെ സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഓക്കെ പിന്നെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബന്ധപ്പെട്ട പരാതി നമ്മളുടെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ പ്രസിഡന്റ്, പിന്നെ സെക്രട്ടറി. എനിക്ക് ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പരാതി എഴുതി തരിക, നമ്മളതിന് വേണ്ട കാര്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത് വേണം. കാര്യം ഇത് ഒരു പരാതിയായിട്ട് തന്നെ തരിക, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതി നമുക്ക് തരിക. ഞാൻ അതിന്റെ അവനടുത്ത വീഡിയോ ചെയ്ത് വിട്ടുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വ്യക്തികളെ വിളിച്ച് നമ്മൾ എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുകയും വേണ്ട താക്കീതുകൾ കൊടുക്കുകയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, എനിക്ക് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നമ്പർ തരുമോ പ്ലീസ്? പഞ്ചായത്ത് സെക്രട്ടറിയുടെ നമ്പർ, അത് ഞാനിപ്പോ ഒരു യാത്രയിലാണ്, എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് വിളിക്കുവോ? എനിക്ക് ഇന്നൊന്ന് വിളിച്ചു കിട്ടിയാൽ നല്ലതായിരുന്നു. സാരമില്ല, വേറെ മേടിച്ചോളാം. ഇല്ല മുരളീധരൻ പറഞ്ഞ ഈ നമ്മളെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ ടൈം അല്ലല്ലോ. നമ്മുടെ എല്ലാവരും വീടുകളിലൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. നാളെ പഞ്ചായത്തിലോട്ട് വരൂ, പഞ്ചായത്തിലോട്ട് വന്നിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തന്നെ എല്ലാവരുടെയും ഈ സാന്നിധ്യത്തിൽ സംസാരിച്ച് ഇത് ചെയ്യാമല്ലോ. പിന്നെ മിസ്റ്റേക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ പ്രായം ഇതാണ്. പിന്നെ ഞാൻ ഈ നമ്മുടെ പഞ്ചായത്തിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ നാട് വിട്ടുപോയി തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എന്താണെന്ന് എനിക്ക് താങ്കളോട് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒരു എന്താ പറയുന്ന ഒരു തർക്കം ഉണ്ടാക്കിയിട്ടൊരു കാര്യമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ മറ്റു കാര്യങ്ങളല്ല, പറഞ്ഞിട്ടും കാര്യമില്ല, അവിടുത്തെ അത് കാര്യമില്ല. പക്ഷേ അത് നമ്മളൊരു ചർച്ചയായിട്ട് കൊണ്ടുവരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ഈ വിഷയത്തിൽ VOയ്ക്കാണ് ഈ ഹരിതകർമ്മസേനയുടെ ചാർജ്. ശരി, ഓക്കെ, VOയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്താണ് പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിച്ച് നമുക്ക് സംസാരിക്കാതെ ഒരാളുടെ ഭാഗം മാത്രമേ നമുക്ക് കേട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഞാൻ പൂർണ്ണമായിട്ട് പിന്നെ ഉൾക്കൊള്ളുന്നു. അതിനകത്തൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. VO പറഞ്ഞതിനകത്തൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതൊക്കെ വേണ്ട പോലെ ചെയ്തോളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനിപ്പോൾ ഉള്ളിടത്തു നിന്ന് അവിടെ വന്നൊരു പരാതി തന്ന് ഇനി നാളെ അവരുമായിട്ടിരുന്ന് പിന്നെ കൂട്ടിച്ചോദ്യം നടന്നി ഒന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ വീഡിയോ ഉണ്ട്, ഞാനത് പിന്നെ VOയുടെ വാട്സാപ്പ് നമ്പറാണ്, ഞാൻ ഇതിനകത്തോട്ട് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് തരാം. പിന്നെ പരാതി ഇട്ടാൽ മതി, ഞാൻ പരിശോധിച്ച് വേണ്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പരാതി ഞാൻ മെയിൽ ചെയ്യാം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലോട്ട്. ഓക്കെ, അതങ്ങനെ ആയാലും മതി. പഞ്ചായത്തിന് ഒരു മെയിൽ ID ഉണ്ട്, നമ്മുടെ നെറ്റിനകത്തിലൊക്കെ ഉണ്ട്, ചെയ്താലും മതി. ഞാൻ എടുത്തോളാം. അപ്പൊ അതായിരിക്കും വന്ന് പരാതി വരുന്നതിനെക്കാട്ടി അതായിരിക്കും നല്ല മാർഗം തോന്നുന്നു. പിന്നെ ഈ ഹരിതകർമ്മസേനക്കാരുടെ സേവനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതൊരു ഓർഡർ പ്രകാരം അത് എല്ലാ വീടുകളിലേക്കും നിർബന്ധമാക്കിയതാണ്. പിന്നെ മിസ്സാക്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുപാട് വിവരക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. അതിനൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നും പരാമർശിക്കുന്നുമില്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ വിവരക്കേടാണെന്ന് ആസ് എ ഗവൺമെന്റ് സർവന്റ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലായിരിക്കും. പക്ഷെ എനിക്ക്, ഞാൻ അവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് വിവരക്കേടായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാര്യം പിന്നെ താങ്കൾക്കറിയോ ഇല്ലയെന്ന് അറിയില്ല, താങ്കളെ നാട്ടുകാരനാന്ന് പോലും ഞാൻ ചോദിച്ചില്ല. പിന്നെ എന്റെ നാട് മുഴുവൻ മണ്ണ് മാന്തി പിന്നെ കണ്ടം നികത്തി മുച്ചോടെ മുടിച്ച് നാട് മുടിച്ച് വെച്ചിട്ട് ഇന്ന് ആ നാട്ടിൽ മുഴുവൻ പൈപ്പ് ലൈൻ ഇട്ട് വെള്ളം കൊടുക്കുന്ന ടീമുകളാണ് നിങ്ങൾ. അതുകൊണ്ട് പറഞ്ഞ ഒരുപാട് എനിക്ക് സംസാരിക്കാനുണ്ട്. അതൊന്നും നമ്മൾ അതിനകത്ത് ഒരു മിസ്സാഖലിനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അഖിലും നമ്മുടെ നാട്ടുകാരൻ പോലും അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ഈശാപോശ വേണ്ട, അതല്ലേ നല്ലത്. നമ്മൾ തമ്മിൽ അത്തരം കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റിതായിട്ടുള്ള അവര് നിയമങ്ങൾ പാസ്സാക്കുന്നു. അത് ബന്ധപ്പെട്ട അതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രമല്ല അവർ കളക്ട് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഇതര ഇലക്ട്രോണിക്സിന്റെ വേസ്റ്റുകള്, പിന്നെ ചില്ല് വേസ്റ്റുകള്, അതുപോലെ തുണി വേസ്റ്റുകള്, എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ പേപ്പർ വേസ്റ്റുകൾ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് അവര്. ഇപ്പൊ നമ്മൾ കേരളത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മിക്ക റോഡുകളുടെ സൈഡിലെല്ലാം ഓരോ ബോക്സ് ഉണ്ടാക്കി വെച്ച്, നെറ്റ് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഇത് ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന കേരളം മുഴുവൻ കാണാം. അതൊരു സർവ്വസാധാരണമായി.
ഒരു അലങ്കാരമായിട്ട്. അതെ. അതവിടെ ഇരിക്കട്ടെ അലങ്കാരമായിട്ട്, അത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ അഖിലിന്റെ നാട് എവിടെ? അതിന് ചുറ്റും കൊണ്ട് ആളുകൾ ഇടാറുമുണ്ട്, അതും കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, അഖിലിന്റെ നാട് എവിടെയാ? ചെറിയ നാട്? എന്റെ ചെറിയ നാട് ആ, ചെറിയ നാട് ഏത് ഭാഗത്തായിട്ട്? ഞാൻ അവിടെയൊക്കെ അറിയുന്നില്ല. സഞ്ജീവിനി ഭാഗത്ത്. ഏ, സഞ്ജീവിനിയുടെ ഭാഗമാണ്. ഓ, സഞ്ജീവനിയുടെ ഭാഗം. ഇപ്പറ ഭാഗം, പ്രോപ്പർ ചെറിയനാടല്ല, ചെറിയനാട് പഞ്ചായത്ത് തന്നെ. അവിടെ അവിടെയല്ലേ നമ്മുടെ പണ്ട് ഇതില് ഒരു പിന്നെ BSNL സെക്യൂരിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മീശ വെച്ച ഒരു പിന്നെ കുറുപ്പ് സാർ ഉണ്ടായിരുന്നു, അറിയാമോ? അറിയാം. അങ്ങനെ ഉണ്ടോ? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം ഇപ്പൊ ഇല്ല, മരിച്ചുപോയോ? മരിച്ചുപോയി. ഞാനിപ്പോ അങ്ങനെ ഒത്തിരി നാളായി കണ്ടിട്ട്. അദ്ദേഹം കിടപ്പാണോ എന്നാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് നാളുകളായി അദ്ദേഹത്തിനെ കണ്ടു. എനിക്ക് അറിയാം ആളിനെ. നമ്മളോട് ഒരുപാട് കുറച്ചേറെ ദൂരമുണ്ട്. ഞാൻ പുളിഞ്ചോട് ഭാഗമാണ് ഞാൻ. ഓ ഓ ഓ, അല്ല, ഞങ്ങൾ ഒന്നിച്ച് ജോലി തിരുവള്ളൂർ ഭാഗമാണ് പറയുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാ. ഓക്കെ. അപ്പൊ ആയിക്കോട്ടെ അഖിലേ, നമുക്കിത് വേണ്ട രീതിയിൽ പരിഹരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് എന്താ പ്രശ്നം എന്നുള്ളത് രീതിയിൽ പരിഹരിക്കാം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടല്ലോ, ഉണ്ടാകണം. അതാണ് പിന്നെ ഞാൻ എന്തായാലും എനിക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കും. ഞാനത് എന്തായാലും ഒന്ന് ഓഫീസിൽ വന്നിട്ട്, എന്റെയും മുകളിലുള്ളവരാണ് അസിസ്റ്റന്റ് സെക്രട്ടറി, അവർക്കും എല്ലാം ഇതിൽ റോളുണ്ട്. എല്ലാവർക്കും റോളുണ്ട്. പ്രസിഡന്റ്, വാർഡ് മെമ്പർമാര് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരെയും കാണിച്ച് നമ്മൾ അവരുടെ ഭാഗമല്ല, അല്ല, തെറ്റ് ചെയ്താൽ ആരാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. നമ്മുടെ ഇവിടെ നിന്ന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഓരോ മാസം നമ്മൾ മീറ്റിംഗ് കൂടാറുണ്ട്. മീറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് പറയുന്നതാണ് ആളുകളുമായിട്ട് തർക്കം വെക്കുകയോ അവരോട് വഴക്ക് കൂടുകയോ അവരോട് മോശമായി സംസാരിക്കുകയോ ചെയ്തെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരെയും വിടുന്നത്. ഇനി ഇവര് ഓരോരുത്തർ അറിയാമല്ലോ, ഓരോരുത്തർ അവരുടെ ഓരോ സ്വഭാവം പറഞ്ഞാലും അവരുടെ സ്വഭാവം അവർ കളയത്തില്ലല്ലോ. എനിക്കെന്തായാലും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എന്താണെന്നുള്ളത് ഇത് വാട്സാപ്പ് നമ്പറിലൂടെയാണോ അവരോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ഇത് വാട്സാപ്പ് നമ്പറിലൂടെയാണോ? ആണ്. പേരെന്തായിരുന്നു പറഞ്ഞ ഞാൻ സേവ് ചെയ്തതാണ് നമ്പർ. എന്റെ പേര് ശശികുമാർ. ഓക്കെ. പുലിപ്പാറ മൊഴിയിൽ ശശികുമാർ. വേണ്ട കൂട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാം. ആയിക്കോട്ടെ, താങ്ക് യു. ശരി. ഇതിനെ പറ്റിയിട്ട് ഒരു പരാതിയില്ല. പക്ഷെ അത് നിങ്ങൾ കേൾക്കണം. ഞാനും വിഒയുമായിട്ട് എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾ കേൾക്കണം, അത് ആവശ്യമാണ്. അതിനുശേഷം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന അവൻ പുങ്കവൻ, അവനെ സംസാരിക്കുന്ന അവന്റെ ഭാഷ നാട്ടിലെ ഊള സഹാക്കന്മാര് സംസാരിക്കുന്ന ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കേട്ടു നോക്ക്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന്. അവന്റെ സംസാരം കേട്ടിട്ട് അവന് വേണ്ടിയിട്ട്, അവൻ ഉദ്യോഗം ഭരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കവച്ച് നിന്നു കൊടുക്കണമെന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം. അവൻ എന്നെ നിയമം പഠിപ്പിക്കാമെന്ന്. എടോ സെക്രട്ടറി, താൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലും പോയി അന്വേഷിക്കണം. ഞങ്ങളൊക്കെ നിയമത്തെ മാനിച്ചും നിയമത്തെ ബഹുമാനിച്ചും നിയമപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നീ അതുപോലെ തിരക്ക്. അതുപോലെ നീ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്താ കുണപ്പിക്കുന്നതെന്ന്. ഞാനിപ്പോ കുണപ്പിക്കുന്നത് എവിടെയാണെന്ന് നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തെ എന്ത് ബോധ്യമാണ് നിനക്ക് വേണ്ടത്? ഞാൻ യൂട്യൂബറാന്ന് പറയാൻ ഞാൻ മനഃപൂർവ്വം പറയുന്നത്. നിന്റെ അണ്ണാക്കി പൊളിച്ചു വെച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബറാന്ന് പറയാഞ്ഞത്. നീ ചോദിച്ചതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. കാര്യം നിന്നെക്കാട്ടി കുറെ കൂടുതലോളം ഞാൻ കുണപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് മനസ്സിലായി. ഞാൻ ഇന്നതാന്ന് പറഞ്ഞാൽ ഇന്നാരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വിശദമായിട്ട് പറഞ്ഞാൽ നിന്റെ വോയിസ് മാറുമെന്ന് എനിക്കറിയാം. ആ വോയിസ്, മാറിയ വോയിസ് അല്ല എനിക്ക് വേണ്ടുന്നത്. നിന്റെ ഈ സംസാരിച്ച ഭാഷ, ഈ വോയിസ് ആണ് എനിക്ക് വേണ്ടുന്നത്. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ടത്. നിന്നെ പോലുള്ള തെമ്മാടികള് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെക്രട്ടറിമാരെന്നും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെന്നും പറഞ്ഞ് നാട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സർക്കാരിന്റെ ഉത്തരവുകളെന്ന്. സർക്കാരിന്റെ ഉത്തരവുകൾ അത് ലംഘിക്കപ്പെടേണ്ടത് ലംഘിക്കപ്പെടാൻ തന്നെയാണ്. നിനക്കറിയാമോ, ഈ കേരയിൽ എന്ന് പറയുന്ന ഒരു അപരാധിക്കൽ കൊണ്ടുവന്ന സമയത്ത് നീ പറയുന്ന നിന്റെ സർക്കാരും അവരുടെ ചിങ്കിടികളും ഒക്കെ കൂടെ ചേർന്നാണ് ഈ കേരയിൽ പദ്ധതി നാട്ടുകാരുടെ കാലിനടയെ കൂടെ കയറ്റിക്കൊണ്ടുവന്നത്. പക്ഷേ നാട്ടിലെ ജനങ്ങള് അതിനെ പ്രതിരോധിച്ച്, ആ കുറ്റിയിടലിനെ പ്രതിരോധിച്ചു കഴിഞ്ഞപ്പം ഒരുപാട് പേർക്കെതിരെ കള്ളക്കേസൊക്കെ ഉണ്ടാക്കി നിന്റെ തമ്പുരാക്കന്മാര്. പക്ഷേ അവന്മാർക്ക് ആ നിയമം
രഹസ്യമായിട്ടുണ്ടാക്കി നമ്മുടെ അണ്ണാക്കിലോട്ട് തള്ളിത്തരാൻ വന്നവന്മാര് നിങ്ങൾ ഈ പറയുന്ന നിന്റെ ഈ LDF സർക്കാർ അവസാനം അതിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥ ഉണ്ടായി. തോറ്റ് പിന്മാറിയെന്ന് ഞാൻ പറയും. അത് സെക്രട്ടറി, നാട്ടിലെ ജനങ്ങള് പ്രതിഷേധിച്ചതുകൊണ്ടും പ്രതികരിച്ചതുകൊണ്ടുമാണ്. നീ എന്നാ കരുതുന്നേ? ഞങ്ങളാരും മിണ്ടാതെ കൂതി മൂടി വാലും ചുരുട്ടി ആസനത്തിൽ കയറ്റിക്കൊണ്ട് മിണ്ടാതെ നീ പറയുന്നതെല്ലാം നിയമമായിട്ട് അംഗീകരിച്ച് നിന്റെ അടിമയായിട്ട് ജീവിക്കണമെന്നാണോ സെക്രട്ടറി നീ പറയുന്നത്? അതാണോ നീ ഉദ്ദേശിച്ചത്? നിന്റെ സംസാരം തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഏതോ ഊള പാർട്ടിയുടെ പിടിയാളാണെന്ന്. നിന്റെ പറയി നാട് ഭരിക്കുന്നവന്മാരുണ്ടെന്ന് നിന്റെ ഭാഷയിൽ നിന്ന് തുടക്കത്തിലേ എനിക്ക് മനസ്സിലായതാണ്. നിന്റെ കൊമ്പ് അത് ഒടിയേണ്ടതാണ്. നീ പബ്ലിക് സെർവന്റ് മാത്രമാണ്. പബ്ലിക് സെർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആലാ പഞ്ചായത്തിലുള്ള എല്ലാവരെയും സേവിക്കാൻ വേണ്ടിയുള്ള വെറും സെർവന്റ് മാത്രമാണ് നീ. അല്ലാതെ നീ ഞങ്ങളുടെ മേളിൽ തമ്പുരാൻ കളിക്കാനൊന്നും വരരുത്. പിന്നെ നിന്റെ ഭാഷ മൊത്തത്തിൽ മോശമാണ്. അതിന്റെ പ്രതിഫലം നിനക്ക് നീ ചെല്ലുന്നിടത്ത് എവിടെയെങ്കിലും കിട്ടും. നീ നല്ല സാമ്പാർ കൂട്ടി ഉണ്ടാത്തതിന്റെ കുഴപ്പമാണത്. നീ അത് കണ്ടിട്ടില്ല. പിന്നെ നീ പറഞ്ഞ് വീടുകളായാലും ബേക്കറിയിൽ നിന്ന് കുഴപ്പിക്കും, മറ്റ് എങ്ങോട്ടൊന്നൊക്കെ കുഴപ്പിച്ചുകൊണ്ടുവന്ന് തിന്നുവെന്ന്. അത് നിന്റെ വീട്ടിലെ ശീലമാണ്. എന്റെ വീട്ടിൽ ബേക്കറി കിട്ടുന്നത് വാങ്ങിച്ച് തിന്നല്ല ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ വളർന്നതും. ഞങ്ങളുടെ കയ്യിലുള്ളത് ദാരിദ്ര്യമൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും മുളകരച്ചാണ് തിന്നുന്നതെങ്കിലും ഞങ്ങളത് സ്വന്തമായിട്ടുണ്ടാക്കിയാണ് ഞണ്ണുന്നത്. പിന്നെ നീ പറഞ്ഞ് ബേക്കറിയിൽ നിന്ന് കുഴപ്പിക്കാൻ. എടാ കോപ്പേ, നിനക്കിപ്പോ 1 ലക്ഷം രൂപ പെൻഷൻ കാണും, ശമ്പളം കാണും. ഈ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് നീ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ച് നക്കും. പക്ഷേ എന്നെ പോലെ പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്നവര് ഏത് കാലിൻ്റെ ഇടയിൽ പോയി കൊണ്ടുവന്നിട്ട് ബേക്കറി പോയി മുമ്പോടാ. ആ ധാരണ നിനക്ക് വേണം. നീ എന്നാ കരുതുന്നേ? എന്റെ പഞ്ചായത്തിൽ, ആലാ പഞ്ചായത്തില്, ഞാൻ എന്റെ പഞ്ചായത്ത് എന്നാണ് പറയുന്നത്, നിന്റെ പഞ്ചായത്തല്ല. നീ അവിടുത്തെ വെറും ജോലിക്കാരൻ, ജീവനക്കാരൻ. എന്റെ പഞ്ചായത്തില് എത്ര വീടുകളിൽ കഞ്ഞി വെക്കുന്നുണ്ടായിരിക്കും, എത്ര വീടുകളിൽ കഞ്ഞി വെക്കുന്നില്ലായിരിക്കും. അത് നീ അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്ന് നീ തിരക്കിയിട്ടുണ്ടോ? ആ വീടുകളിൽ കഞ്ഞി വെക്കുന്നില്ലെന്നുണ്ടെ അതിന്റെ ഉത്തരവാദിത്വം കൂടി നീ ഏറ്റെടുക്കണം. അത് നിന്റെ ചുമതലയാണ്. അല്ലാതെ നീ നാട്ടുകാരെ ചട്ടം പഠിപ്പിക്കാനും നാട്ടുകാരെ കൊണ്ട് കുഴപ്പിക്കാനും മാത്രം ഇങ്ങോട്ട് ഇറങ്ങി വരരുത്. നീ ആരാ? നീ നിന്റെ സംസാരത്തിൽ നീ പറയുന്നത് കേട്ട് നീ എന്നെ അങ്ങ് ഏതാണ്ട് ഉണ്ടാക്കിക്കളയുമെന്ന്. എന്താ ഉണ്ടാക്കാനാടാ നീ? നിന്റെ നിയമം എന്താ ഉണ്ടാക്കും? ഈ നിയമം അനധികൃതമായിട്ടുണ്ടാക്കിയ നിയമമാണെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. പിന്നെ 50 രൂപയുടെ കേസല്ലെന്ന് കണ്ടിട്ട് പലരും പ്രതികരിക്കാത്തതാ. പക്ഷേ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ നിയമമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. നീ ഹരിതകർമ്മസേനയുടെയും ഹരിത ട്രൈബ്യൂണലിന്റെ ഒക്കെ കാര്യം പറഞ്ഞ്, എടാ കോപ്പയെ, കേരളത്തിലെ ഈ പഞ്ചായത്തിലെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാടാ ഹരിത ട്രൈബ്യൂണലിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് പറയുന്നത്? നീ പറയുന്ന നിന്റെ ഈ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ നിയമത്തിനെതിരെ പ്രതികരിക്കാൻ അവസരമുണ്ടോടാ ഊള സെക്രട്ടറി? എന്നിട്ട് നീ ഞങ്ങളെ അടിമകളെ പോലെ ഞങ്ങളുടെ അണ്ണാക്കി തരാൻ പൊളിച്ചു തരാൻ ഇരിക്കുകയാണോ? പിന്നെ നീ പറഞ്ഞ 50 രൂപ, 50 രൂപയുടെ വില നീ അറിയും എപ്പോഴാണെന്ന് അറിയാവോ? എന്റെ ഈ പ്രായം നീ എത്തുമ്പോ നിനക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. പിന്നെ എന്റെ വീട്ടിൽ പോയി 50 രൂപയ്ക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ഡയലോഗുകൾ പറഞ്ഞ് അവളുമാരെ നീയൊക്കെ ഇറക്കി വിടുന്നതാണ്. കാരണം നിനക്കൊക്കെ ഇങ്ങനെ അർമാദിച്ച് തിന്നു കൊടുത്ത് മുഴിഞ്ഞ് അപരാധിച്ച് പോകണ്ടായോ? ആ പഞ്ചായത്തില്, എന്റെ പഞ്ചായത്തില് ഉദാഹരണം പറഞ്ഞാല് എത്ര വീടുകളിൽ ഇന്ന് കഞ്ഞി വെച്ചിട്ടുണ്ടാവില്ല, എത്ര പേര് ഇന്ന് പട്ടിണി കിടന്നിട്ടുണ്ടാവും. നീ തിരക്കിട്ടുണ്ടോ? അത് അല്ല നിന്റെ ജനപ്രതിനിധികൾ തിരക്കിട്ടുണ്ടോ? പിന്നെ നീ എന്നോട് പറഞ്ഞ് പരാതി ഉണ്ട് എഴുതി കുണപ്പിക്കാൻ. അതെന്താണ്? എഴുതി കുണപ്പിച്ചാലേ നീയൊക്കെ പരാതി കേൾക്കുള്ളോ? എടാ, പരാതി ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നീ ചെയ്യേണ്ട രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നിനക്കെതിരെ, നിന്റെ പഞ്ചായത്തിനെതിരെ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ഒന്നും പ്രവൃത്തി ശരിയായ വഴിയൂടെ അല്ല എന്ന് നീ മനസ്സിലാക്കണം. അപ്പോഴാണ് പരാതി ഉണ്ടാകുന്നത്. പിന്നെ നീ ആ കൂട്ടത്തിൽ കയറി ആർമിയെ കുഴപ്പിക്കാനൊക്കെ നോക്കി. അത് തൽക്കാലം ഞാൻ വിടുന്നു. കാര്യം നീ അതിനുള്ള മറുപടി ഒന്നും നീ അറിയിക്കുന്നില്ല. പിന്നെ നിന്റെ നാട്ടിൽ ഞാൻ വന്ന് തിരക്കി കഴിഞ്ഞാൽ അറിയാം നീ എത്ര നിയമം പാലിച്ചാണ് നിന്റെ പഞ്ചായത്തിൽ ജീവിക്കുന്നതെന്ന്. ഞാൻ ചിലപ്പോൾ അതോടെ എടുത്തിട്ട് നാട്ടുകാരുടെ മുമ്പിലോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കും. അപ്പൊ നീ അതിന് സമാധാനം പറയണം. നിനക്കൊക്കെ എന്തുവാകാം, നിനക്ക് നിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തുവാകാം, എന്ത് തമ്മാടിത്തരവുമാകാം. ഞങ്ങൾക്ക് സാധാരണക്കാര്
ഞങ്ങൾ ഇരുന്ന് തൂറണമെങ്കിൽ പോലും നിന്റെ അനുവാദം വേണം, ഇല്ലേ? അവൻ 50 രൂപയ്ക്ക് ഗുണ്ടകളെ പറഞ്ഞു വിട്ടേക്കുന്നു, പെൺഗുണ്ടകളെ. എന്റെ വീട്ടിൽ കയറി എന്നെ അസഭ്യം പറയാനും എന്റെ വീട്ടിലുള്ളവരെ വക്രിക്കാനും. അതുകൂടാതെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു. ചീള് കേസാണ്, പറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. ഒരു അധോഗതി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ ഗുണമില്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതിനൊക്കെ എന്താ പറയാനാ? പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നാളെ ജീവിതകാലം മുഴുവൻ പിന്നെ കാണുമ്പോൾ മോന്ത വീർപ്പിച്ച് കാണിക്കും. അതിൻ്റെ അപ്പുറത്തെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ പഞ്ചായത്ത് മെമ്പർ അറിയേണ്ട ഒരു കാര്യം, എൻ്റെ വീടിൻ്റെ പടിക്കൂടുള്ള റോഡ് പഞ്ചായത്ത് മെമ്പർ വല്ലപ്പോഴും അതിലൊന്ന് പോകണം. അതുപോലെ എൻ്റെ വാർഡിൻ്റെ മുൻ മെമ്പറായിരുന്നു ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. എൻ്റെ സുഹൃത്തൊക്കെയാണ്, സന്തോഷമാണ്, ആള് കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആ കർമ്മം പൂർണ്ണമാണോ എന്ന് നമ്മുടെ മുരളി മെമ്പർ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് പരിശോധിക്കണം മെമ്പറെ. കാര്യം അവസാന കാലത്ത് ആ കട്ടിലയിൽ ഇങ്ങനെ മലന്ന് കിടക്കത്തില്ലയോ, ആ സമയം ഓർത്ത് അതെപ്പോ വരുമെന്ന്. അന്നേരമെങ്കിലും മുരളി മെമ്പറിന് അത് ഗുണം ചെയ്യും. മുരളി മെമ്പർ എന്നോട് സംസാരിച്ചപ്പോൾ മുരളി മെമ്പർ പറഞ്ഞു, ഞാനത് അന്വേഷിക്കാം, ആരാണ് വന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇനി അഥവാ എൻ്റെ പഞ്ചായത്ത് മെമ്പറെ പറ്റിയിട്ടോ എൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ പറ്റിയോ ഒന്നും എനിക്ക് കാര്യമായ പരാതിയില്ല. അത് അവർക്കെതിരെ പരാതികൾ ഇല്ല എന്നുള്ളത് കൊണ്ടല്ല, അത് എനിക്ക് അവരോടൊക്കെ ഉള്ള വ്യക്തിബന്ധങ്ങൾ കാരണം ഞാൻ പരാതിയൊന്നും പറയുന്നില്ല. ഞാൻ ഒരു കാര്യത്തിനും എനിക്കത് എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ഞാൻ ഒരു കാര്യത്തിനും എൻ്റെ പഞ്ചായത്തിലോട്ട് ചെന്നിട്ടില്ല. ഇന്ന് എൻ്റെ വീട്ടിൽ അരി മേടിച്ചില്ല, നിങ്ങൾ 2 കിലോ അരി മേടിച്ച് തരുമോ? അല്ലെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ കൂട്ടാൻ വെക്കാനൊന്നുമില്ല, നിങ്ങൾ 100 രൂപയുടെ പച്ചക്കറി മേടിച്ച് തരുമോ എന്നൊന്നും ഞാൻ ചോദിച്ച് നിന്റെ ഒന്നും അടുത്ത് ഞാൻ വന്നിട്ടില്ല. എൻ്റെ വീട്ടിലെ ദാരിദ്ര്യമൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് സഹിച്ച് ക്ഷമിച്ചു അങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് പ്രസിഡന്റ് മുരളിയോട് പറയാനുള്ളത്, പ്രസിഡന്റ്, ഒരു അവസാന ദിവസമുണ്ട്, അന്ത്യം കാത്തു കിടക്കുന്ന ദിവസം. അന്ന് ഒരു പക്ഷേ മനക്കുത്തുണ്ടാകും. പിന്നെ 6-ാം വാർഡിലെ കാര്യം ഞാൻ അറിഞ്ഞത് 6-ാം വാർഡിൽ നിന്നാണ് ഈ കൊച്ചമ്മ വന്നതെന്നാണ്. കൊച്ചമ്മ അറിയേണ്ട ഒരു കാര്യം, അവിടെ ഒരു ലീലാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നു പണ്ട്. നിങ്ങളുടെയൊക്കെ പ്രായമായിരിക്കും. ആ ലീലാ സുരേന്ദ്രനോട് പോയി ചോദിക്കണം, ഇവൻ ആരാന്ന്. ഒരു പക്ഷെ അവര് പറഞ്ഞു തരും. ഇനി അതല്ല 5-ാം വാർഡിലാണെന്നുണ്ടെങ്കിൽ, 5-ാം വാർഡിൽ പണ്ട് ഒരു മന്ദബുദ്ധിയായ പെണ്ണിനെ കയറി ബലാത്സംഗം ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ വേറെ വീഡിയോയിലൊക്കെ അതിന്റെ കഥകൾ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും എല്ലാം കൂടെ കൂടി ചെയ്തതും ചെയ്യിച്ചതും ഒക്കെ ഞാൻ അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം. പിന്നെ ഈ വന്ന കൊച്ചമ്മയ്ക്ക് എൻ്റെ വീടും ഇതൊന്നും കണ്ടപ്പം അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും, ഇല്ലയോ? അത് വേറെ സോക്കേടാ. അത്ര രാഷ്ട്രീയത്തോടൊന്നും എൻ്റെ പഞ്ചായത്തിൽ ഒരുത്തരും എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല, അല്ല എൻ്റെ വീട്ടിൽ കയറി സംസാരിച്ചിട്ടില്ല. ഹരിതകർമ്മസേന പെണ്ണുമ്പിള്ളേ, നിങ്ങൾ അവിടെ ഇറങ്ങിയൊന്ന് തിരക്കണം. ആലാ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലോ ലോക്സഭാ മണ്ഡലത്തിലോ ഒന്നും തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും ഓരോറ്റ തെണ്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ മുറ്റത്ത് കയറിയിട്ടില്ല. കയറാനുള്ള ധൈര്യം അവന്മാർക്കില്ല. കാര്യം എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവന്മാർക്ക് കാണാത്തത് കൊണ്ടാണ്. എൻ്റെ മുറ്റത്ത് കയറിയിട്ടാണോ നീ എന്നെ കയറിയും കൊണ്ടാക്കി കളയെന്ന് പറഞ്ഞിട്ട് പോയത്? ഇനി മേലെ ആവർത്തിക്കരുത്. ഇന്ന് ഞാൻ ചീള് കേസാണെന്ന് കണ്ട് വിട്ടതാണ്, ഒരു സ്ത്രീ എന്നുള്ള പരിഗണന തന്നുകൊണ്ട് വിട്ടതാണ്. പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്. അടുത്ത പ്രാവശ്യം അത് പ്രതീക്ഷിക്കണ്ട. ഇനി നാട്ടുകാർക്കുള്ളത്, നാട്ടുകാരെല്ലാം വായി വിരലും വെച്ച് ചപ്പിക്കൊണ്ടിരുന്നോ? നിന്റെയൊക്കെ ആ ആസനത്തിൽ അടിച്ചു തരികയാണ് ഈ സർക്കാരും ഇവന്മാരുടെ കീഴാളന്മാരും. ഇത് ഇന്ത്യയാണ്, അല്ലാതെ അതൊന്നുമല്ല കൊറിയ. ആ കൊറിയയിൽ ഉണ്ടാക്കുന്ന മാതിരിയൊന്നും ഇവിടെ ഉണ്ടാക്കാൻ വരരുത്. അതൊക്കെ ഈ പിണറായി വിജയന്റെയും മരുമോന്റെയും അല്ലെ ചിങ്കിടികളുടെയും ഒക്കെ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. ഇതെന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് കേരളമാകുമെന്ന് ഒരു മാങ്ങാത്തൊലി ആകത്തില്ല. നീ ഒന്നും അതിന് ശ്രമിച്ച് നിന്റെയൊക്കെ ജീവിതം പാഴാക്കണ്ട. കാര്യം ഇവിടെ ഇന്ന് ഈ ശശികുമാർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നാളെ വേറൊരുത്തം കാണും പ്രതികരിക്കാൻ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രതികരിക്കാൻ വരും. അതല്ലേ നിന്റെയൊക്കെ ആ കേരളയിൽ അങ്ങ് ഊമ്പിപ്പോയത്.
മുരളി മെമ്പറെ, അറിയാൻ വയ്യാത്ത കൊച്ചമ്മമാർക്ക് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് നല്ലതാ. ഇല്ലെങ്കിൽ മുരളി മെമ്പർ എന്നുള്ള ഒരു പരിഗണനയൊന്നും എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നൊക്കെ ഇരിക്കും. ആറ്റ കൈക്കൊക്കെ വെച്ച് ഇത് ഈ പറഞ്ഞതൊന്നും അല്ല പറയുന്ന ഭാഷ എന്ന് മുരളി മെമ്പർക്ക് നന്നായിട്ട് അറിയാം. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതേ. അല്ല തന്നെ നിങ്ങളുടെ പാർട്ടിയുടെ കുറെ തെണ്ടികളെ പറ്റി പറഞ്ഞിട്ട് ഇന്ന് നാട്ടുകാരെടുത്തിട്ട് അലക്കുകയാണ്. എന്നെ അല്ല, അവനെയൊക്കെ. ഇനി ഞാൻ ബാക്കിയോടെ അങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താകും സഖാവേ? അപ്പൊ ശരി, ചുമ്മാതെ ഒരു ലാൽ സലാം ഇരിക്കട്ടെ, അത് കേട്ടങ്ങ് കോൾമേര് കൊള്ളു.